ക്രൈസ്തവ സഭാ വിമർശനത്തിൽ പി.സി. ജോർജിനെയും മകൻ ഷോണിനെയും തള്ളി ബി.ജെ.പി. കോർ കമ്മിറ്റിയിൽ അംഗങ്ങൾ. സഭകളെ ഒന്നടങ്കം വിമർശിച്ചത് ശരിയായില്ലെന്ന് ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഉൾപ്പെടെയുള്ളവർ നിലപാടെടുത്തു. അതേസമയം ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ നടപടി വേണമെന്ന ആവശ്യവും കോർ കമ്മിറ്റിയിൽ ഉയർന്നു. ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളെ പരസ്യമായി വെല്ലുവിളിച്ച പി.സി. ജോർജിനെയും ഷോൺ ജോർജിനെയും തൽക്കാലത്തേക്ക് തള്ളിപ്പറയുകയാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനെതിരെ പാർട്ടിയിലും പരിവാർ സംഘടനകളിലും അഭിപ്രായ ഭിന്നത ഉയർന്ന സാഹചര്യത്തിൽ വിഷയം ഒതുക്കാനാണ് നീക്കം. FCRA ഭേദഗതി ബില്ലിനെതിരായ സഭാ വിമർശനത്തിൽ പാർട്ടി നിലപാടെടുത്തിട്ടില്ലെന്നാണ് കോർ കമ്മിറ്റിയിൽ നേതാക്കൾ വിശദീകരിച്ചത്. ബി.ജെ.പിയുമായി സഹകരിക്കുന്ന സഭാ നേതൃത്വങ്ങളുണ്ട്. വിമർശിക്കുന്നവർ സഹായം തേടി വരുമ്പോൾ നിലപാടെടുത്താൽ മതിയെന്നും നേതാക്കൾ വ്യക്തമാക്കി. പി.സിക്കും ഷോണിനും പിന്നാലെ സഭകളെ രൂക്ഷമായി വിമർശിച്ച് ഇന്നലെ RSS മാസിക കേസരിയിലും ലേഖനം വന്നിരുന്നു. ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനെയും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെയും TP സെൻകുമാറും തള്ളിപ്പറഞ്ഞു. ബി.ജെ.പിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് പാർട്ടി വഴിമാറുന്നു എന്നാണ് വിമർശനം. അതേസമയം വോട്ടിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ശോഭാ സുരേന്ദ്രനെ വിമർശിച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. സോമൻ രംഗത്തെത്തി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആലപ്പുഴ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന ബിന്ദുവിന്റെ ഫോൺ സന്ദേശം പുറത്തുവന്നതിലാണ് സോമൻ നടപടി ആവശ്യപ്പെട്ടത്. ശബ്ദരേഖയിൽ പേര് പരാമർശിച്ചതിന് പിന്നാലെ താൻ സമൂഹത്തിലും പൊതുസമൂഹത്തിന് മുന്നിലും നാണം കെട്ടതായും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും K. സോമൻ ആവശ്യപ്പെട്ടു. നേമം, കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാക്കിയതായും കോർ കമ്മിറ്റി വിലയിരുത്തി. A ക്ലാസ് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന വിലയിരുത്തൽ ബൂത്ത് തലത്തിൽ ഉടൻ ആരംഭിക്കാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.